ഒരു കൊച്ചു കഥ പറയാൻ പോവുകയാണ്. സുന്ദരിക്കോഴിയുടെയും കിട്ടുകുറുക്കന്റെയും കഥ. ബുദ്ധിയാണ് ശക്തി. നീലമലക്കാടിന്റെ താഴ്വാരത്തിൽ സുന്ദരിക്കോഴി ഒറ്റയ്ക്കാണ് താമസം. അവൾ എന്നും വൈകുന്നേരം വിറക് പെറുക്കാൻ പോകും. ഒരീസേ സുന്ദരിക്കോഴിയെ കിട്ടുകുറുക്കൻ കണ്ടു. ഹായ്, എന്തു ഭംഗി! നല്ല മുഴുത്ത കോഴി. ഇവളെ പിടിച്ച് തിന്നണം. കിട്ടുവിന്റെ വായിൽ വെള്ളം വന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സുന്ദരിക്കോഴി വിറക് പെറുക്കാൻ കാട്ടിലെത്തി. അവളെ പിടിക്കാനായി കിട്ടുകുറുക്കൻ പമ്മി വന്നു. ഒച്ച കേട്ട സുന്ദരി ആപത്ത് മണത്തറിഞ്ഞു. അവൾ മരത്തിലേക്ക് ഒറ്റ പാറല്. സുന്ദരിയെ പിടിക്കാൻ കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ കിട്ടു അടവ് മാറ്റി സുന്ദരിയെ പുകഴ്ത്താൻ തുടങ്ങി. നോക്കൂ സുന്ദരിയെ, നിന്നെ കാണാൻ എന്തു ഭംഗിയാ! താഴോട്ട് വാ, നമുക്കൊരു സെൽഫി എടുക്കാം. ഫേസ്ബുക്കിൽ ഇട്ടാലേ കുറേ ലൈക്ക് കിട്ടും. കിട്ടുവിന്റെ പഞ്ചാര വാക്ക് കേട്ട് സുന്ദരി പറഞ്ഞു, ചേട്ടാ, എന്റെ കൂട്ടുകാരികളായ വേട്ട നായ്ക്കളെയും കൂടി വിളിക്കാം. അവരും കൂടി വന്നാലേ അടിപൊളിയാവും. സുന്ദരി കൂട്ടുകാരെ വിളിച്ചു. അവർ ഓടിയെത്തിയതും കിട്ടുകുറുക്കൻ ഓടടാ ഓട്ടം. എന്തു വന്നാലും സുന്ദരിയെ പിടിച്ചേ പറ്റും. കിട്ടുവിന് വാശിയായി. പക്ഷെ അവൾ ബുദ്ധിരാക്ഷസിയാണ്, പിടി തരില്ല. കിട്ടു പല വഴികളും ആലോചിച്ചു. എന്തോ നിശ്ചയിച്ചുറപ്പിച്ച പോലെ ഒരു ചാക്കും അതിലൊരു കത്തിയും കയറുമിട്ട് നമ്മുടെ കിട്ടുകുറുക്കൻ നീലുമലക്കാടിന്റെ താഴ്വാരത്തിലെത്തി. അപ്പൊ നമ്മുടെ സുന്ദരിക്കോഴിയോ, അവൾ ആ മരക്കൊമ്പിൽ ഇരിക്കുന്നു. സുന്ദരിക്കോഴി കിട്ടുകുറുക്കനെ കണ്ട പാടെ ചോദിച്ചു, എന്താ ചേട്ടാ വിശേഷം? സെൽഫി എടുക്കുന്നോ? ഓ, അതൊന്നും വേണ്ട വേണ്ട, ഇന്ന് ഞാൻ നിനക്കൊരു സൂത്രം കാണിച്ചു തരാം. കിട്ടു അവന്റെ വാലിലേക്ക് നോക്കി വട്ടം കറങ്ങാൻ തുടങ്ങി. ഇത് നോക്കി നിന്നതും സുന്ദരിക്കോട് തല ചുറ്റാൻ തുടങ്ങി. അവൾ താഴേക്ക് വീണു. അവളെ ചാക്കിലിട്ട് ചാക്ക് മൂടി കെട്ടി ഒരു മൂളിപ്പാട്ടും പാടി കിട്ടുകുറുക്കൻ അങ്ങനെ നടന്നു. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. പോകുന്ന വഴിയിൽ ഒരു പുഴയുണ്ട്. പുഴവക്കത്തെത്തിയപ്പോൾ കുറുക്കനെന്ന് കുളിക്കാൻ തോന്നി. പുഴക്കരെ ചാക്ക് വെച്ച് അവൻ ഫോൺ എടുത്തു. ഭാര്യയെ വിളിച്ചു, എടീ, ഞാൻ നമ്മുടെ സുന്ദരിയെ പിടിച്ചു. നീ ഒരു വലിയ കലത്തിൽ വെള്ളം തിളപ്പിക്ക്. ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ ഉടനെ അവിടെ എത്തും. ഈ സമയം നമ്മുടെ സുന്ദരി ഉണർന്നിരുന്നു. അവൾ ചുറ്റും നോക്കി. ആകെ ഇരുട്ട്. അവൾ കൊക്കുകൊണ്ട് മെല്ലെ ചാക്കിന്റെ നൂല് കൊത്തി. അപ്പോഴാണ് അവൾ കുറുക്കന്റെ ഒച്ച കേട്ടത്. അവൾ ഞെട്ടി. താൻ ആപത്തിൽ പെട്ടിരിക്കുന്നു, രക്ഷപ്പെടണം. തൽക്കാലം ഒച്ച വെക്കണ്ട. കുറുക്കൻ കുളിക്കാൻ പോകുന്നത് അവൾ ഓട്ടയിലൂടെ കണ്ടു. കുറുക്കൻ കുളിക്കാൻ ഇറങ്ങിയതും അവൾ കത്തിയെടുത്ത് ചാക്കിന്റെ മുടി അഴിച്ചു. ഒരു കല്ലിയെടുത്ത് ചാക്കിലിട്ടു. ചാക്കിന്റെ മുടി ഭദ്രമായി കെട്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇരുട്ട് പരന്നു തുടങ്ങിയായിരുന്നു. കുറുക്കൻ ചാക്കെടുത്തു. ഇവർക്ക് നല്ല ഭാരമുണ്ടല്ലോ, ഇന്നത്തെ കെങ്കിമാവും. തന്റെ സൂത്രം ആലോചിച്ച് കുറുക്കന് ചിരി വന്നു. കോഴിയെ സ്വപ്നം കൊണ്ടങ്ങനെ നടന്നു. വീടെത്തിയത് അറിഞ്ഞതേ ഇല്ല. ഒരു കലത്തിൽ വെള്ളം വെട്ടി തിളക്കുന്നു. വിറക് കത്തിച്ച് കുറുക്കത്തി അടുപ്പിനരികിലുണ്ട്. ചെന്ന പടെ ചാക്ക് കെട്ട് കലത്തിലിട്ടു. വെള്ളത്തിലിട്ടതും തിളച്ച വെള്ളം നാലുപാടും തെറിച്ചു. തിളച്ച വെള്ളം വീണ് കുറുക്കനും കുറുക്കത്തിയും ചത്തു. സുന്ദരിക്കോഴി ആരുടെയും ശല്യമില്ല